ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യത്തെ ക്ലാസ്സാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ PSC ചോദിക്കുന്ന ടോപ്പിക്കാണ് നവോത്ഥാന നായകന്മാർ. നമുക്ക് പഠിക്കാനുണ്ടല്ലേ, നിങ്ങൾക്കറിയാം. അപ്പോൾ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, അങ്ങനെ ഒത്തിരി നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. നമുക്കറിയാം, ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് 1853 ഓഗസ്റ്റ് 25-ന് തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്ത് വാസുദേവ ശർമ്മയുടെയും നങ്ങവ് പിള്ളയുടെയും മകനായിട്ടാണ്. ഓഗസ്റ്റ് 25 അതുകൊണ്ട് തന്നെ ജീവകാരുണ്യ നിരൂപണമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ആചരിച്ചു വരുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യകാല ഗുരു എന്നറിയപ്പെടുന്നത് പേട്ടേൽ രാമൻപിള്ള ആശാനാണ്. അതുപോലെ തൈക്കാടയ്യ, സുബജടാ പാടികൾ തുടങ്ങി മിക്ക ഗുരുക്കന്മാരുടെയും ശിക്ഷണത്തിൽ അദ്ദേഹം വിദ്യ അഭ്യസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറെ വിശേഷണങ്ങളുണ്ട്, ചോദിക്കാറുണ്ട് അല്ലെ, PSC ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ്? കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി, ബാലഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ അല്ലെ, അങ്ങനെ നിരവധി പേരുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. വിദ്യാധിരാജ, സർവവിദ്യാധിരാജ, ഷൺമുഖദാസൻ ഒക്കെ PSC ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അദ്ദേഹം 1882 ചട്ടമ്പി നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നുണ്ട് അല്ലെ. ഏത് വർഷമാണ്? 1892. വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ആരെ കുറിച്ച് പറഞ്ഞു? വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞു. ഈ ചട്ടമ്പി സ്വാമികൾ തിരിച്ച് വിവേകാനന്ദനെ കുറിച്ച് എന്താ പറഞ്ഞേ? അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ ചട്ടമ്പി സ്വാമികൾ ഇഷ്ടംപോലെ രചനകൾ നിർവഹിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് രചന എന്നറിയപ്പെടുന്നത് പ്രാചീന മലയാളമാണ്. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, ആദിഭാഷ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. 1924 മെയ് 5-നാണ് അദ്ദേഹം സമാധി അടയുന്നത്. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം പന്മനയിലാണ്, കൊല്ലം ജില്ലയിലെ പന്മനയാണ്. പന്മനയിൽ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ നിർവഹിച്ചിട്ടുണ്ട് അല്ലെ, പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ബാലഭട്ടാരക ക്ഷേത്രം. അപ്പോൾ 1924 മെയ് 5-ന് അദ്ദേഹം മരണമടയുന്നു. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻസ് ആയ പോയിന്റ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, ബൈ.